വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം അറിയാത്തതുണ്ടെങ്കിലോ അത് നമുക്ക് ഉപകാരമായിരിക്കില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ കിച്ചണിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒഴിക്കുക, പാല് ഒഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നോർമലി ചെയ്യുന്നത് തൈര് പാലിൽ ഒഴിച്ചിട്ടാണ് ഒഴിക്കുക ചെയ്യാറ്. ഇൻ കേസ് തൈര് കിട്ടിയില്ല അല്ലെങ്കിൽ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ പാലിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരിയോ ഒഴിച്ചാൽ മതിയായിരിക്കും. തൈര് റെഡിയായി കിട്ടും. ചെറുനാരങ്ങ നീര് കൂടുതലായിട്ട് കിട്ടാനായിട്ട് ചില സമയത്ത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരേ കിട്ടത്തുള്ളൂ. സോ നീര് കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. നീര് കൂടുതലായിട്ടുണ്ടായിരിക്കും. തേർഡ് വൺ, പാല് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇൻ കേസ് ഫ്രിഡ്ജ് ഇല്ലാത്തവർ, ഇപ്പൊ കോമൺ എല്ലാവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും. ഇനി അല്ല ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിലും ഫ്രിഡ്ജ് കേടായിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കറണ്ട് ഇല്ല, അപ്പൊ പിറ്റേ ദിവസത്തേക്ക് പാൽ എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് പാല് മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ പാല് നന്നായി തിളപ്പിച്ച് പാല് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ആ കാച്ചിയ പാലിന്റെ പാത്രത്തോടു കൂടി തന്നെ ഇറക്കി വെക്കുക. ആ പാത്രം, അതായത് കാച്ചിയ പാൽപാത്രം ഒരു നേർത്ത തുണി കൊണ്ട്, വൃത്തിയുള്ള നേർത്ത തുണി കൊണ്ട് നന്നായി പൊതിഞ്ഞു വെക്കുക. നനച്ചിട്ട് പൊതിഞ്ഞു വെക്കുക. ആ തുണിയുടെ അഗ്രം അല്ലെങ്കിൽ തുണിയുടെ തുമ്പ് ആ പച്ചവെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളേക്കും പാല് ചീത്തയാവത്തില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് മുട്ട നമുക്ക് നോർമലി എൻ്റെ വീട്ടിൽ മുട്ട പുഴുങ്ങുന്നത് നമ്മളിങ്ങനെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസ് മേലോ അടുപ്പിലോ വെച്ചിട്ടാണ് മുട്ട പുഴുങ്ങാറ്. സോ ഞാൻ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ചേച്ചി ചെയ്ത് തന്നിട്ടൊരു ടിപ്പാണ് കുക്കറിൽ വേവിക്കുക. കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നോർമലി നമ്മൾ ചെയ്യുന്നത് ഒറ്റ വീസിൽ മതി. ഒറ്റ വീസിൽ വെച്ചിട്ട് ഓഫാക്കി കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. മുട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ കൂർത്ത ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ മുട്ട സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ കേടാവാതിരിക്കും. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ഓംലെറ്റ് ആക്കി കഴിച്ചിട്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. മുട്ട ഇപ്പൊ ചെറുതായിട്ട് ഉടഞ്ഞ മുട്ടയോ ചെറുതായിട്ട് പൊട്ടിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ പുഴുങ്ങുന്ന സമയത്ത് അത് മൊത്തം മഞ്ഞക്കരു അടക്കം മൊത്തം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ട് മുട്ട പുഴുങ്ങിയാൽ മതിയായിരിക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും. പിന്നെ പാവയ്ക്ക, മിക്ക ആൾക്കാർക്ക് പാവയ്ക്ക അത്ര ഇഷ്ടമായിരിക്കില്ല, കയ്പാന്നുള്ള രീതിയിൽ. അങ്ങനെ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കയ്പ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരി കഴുകിയ വെള്ളത്തിൽ പാവയ്ക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി, കയ്പ് ഒഴിവായി കിട്ടും. പിന്നെ പഴുത്ത പപ്പായ, ഇടുക്കിയിലേക്ക് കപ്പളങ്ങയും കണ്ണൂരിലേക്ക് കർമൂസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാണ് ഒരു പീസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കാൻ, അല്ല മുറിച്ച ഭാഗത്ത് ചെറിയൊരു കറുപ്പൂപ്പിൽ പോലെ വരണ കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ചെറുനാരങ്ങയുടെ നീര് അതിൽ തേച്ച് കൊടുത്താൽ മതിയായിരിക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പൂപ്പിലൊന്നും വരത്തില്ല. പിന്നെ ദോശക്കല്ലുമേല് ദോശമാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എല്ലാ സമയത്തും നമുക്ക് ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പം എല്ലാവരും പാനൊക്കെയാണ് യൂസ് ചെയ്യുക, പണ്ടൊക്കെ കല്ലാണ് യൂസ് ചെയ്യുക. എന്നാലും കല്ല് യൂസ് ചെയ്യുന്ന വീഡിയോകളും ഉണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സവോള രണ്ടായി മുറിച്ചിട്ട് ഒരു സൈഡിൽ ഉപ്പ് തേച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ദോശക്കല്ലിലാക്കി കൊടുത്താൽ മതിയായിരിക്കും, ഒട്ടിപ്പിടിക്കത്തില്ല. കാബേജ് കോളിഫ്ലവർ ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇഞ്ചി ഒരു കഷ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കും, നല്ലൊരു മണം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളയപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട ഫുൾ ആ പാത്രത്തിലേക്ക് ആവുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് അതിനെ പൊരിച്ചെടുക്കുക. എന്നിട്ട് മുട്ട സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് ഒരു തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കുന്ന ടൈമിൽ അതിലാക്കി കൊടുത്താൽ മതി, ദോശക്കല്ലുമേലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏത് കിട്ടാത്ത വെള്ളയപ്പവും കിട്ടും. വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.